ജോ മസ്താനെ കുറിച്ച് പറയണ്ടായിരുന്നു. പക്ക ചന്തയാണ്. ലക്ഷ്മി ചേച്ചി അതേപോലെ ഒരു ആളാണ്, മനസ്സിലായി. കുലിസ്ത്രീയാണെന്നൊന്നും പറയരുത്. പറഞ്ഞു എനിക്ക് അഗൻസ്റ്റ് ആയിട്ട് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം എനിക്കറിയാം. ബിഗ് ബോസിന് ആദ്യം നിലപാടുണ്ടായിരിക്കണം, ഒന്നിൽ അടിയുറച്ച് നിൽക്കണം. ഓരോ വ്യക്തികളനുസരിച്ച് മാറാൻ പാടില്ല. ഞാൻ പറഞ്ഞില്ലേ, തെറ്റുകൾ ചെയ്താൽ തെറ്റുകളാണെന്ന് തന്നെ ഞാൻ പറയും, മനസ്സിലായില്ലേ. നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്ന് കരുതിയിട്ട് ചെയ്തത് തെറ്റുകളെല്ലാം ന്യായീകരിക്കാൻ ഞാൻ ഒരിക്കലും വരത്തില്ല. തെറ്റുകളാണെങ്കിൽ തെറ്റുകൾ. ഇതിൽ കാരണം എല്ലാ പ്രേക്ഷകരും കാണും, പ്രേക്ഷകന്മാർ മണ്ടുമാരല്ല. ഇതിൽ എന്താണ് ഇന്നിപ്പോൾ നെഗറ്റീവ് ഉണ്ടായി, നാളെ പോസിറ്റീവ് ഉണ്ടായിക്കൂടെ? ഇപ്പോൾ ഒരു വ്യക്തിനെ എപ്പോഴും ഒരു ഒറ്റ കാര്യത്തിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. നാളെ ആ ഒരു വ്യക്തി മാറാം, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. പുള്ളിക്കാരി ഇനി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പുള്ളിക്കാരിയുടെ നിലപാടുകൾ, എങ്ങനെയാണ് ആക്ടിവിറ്റീസ് നമുക്ക് നോക്കി അതനുസരിച്ച് ജഡ്ജ് ചെയ്യാം. ഇപ്പോൾ റോബിനും എൻ്റെ ലക്ഷ്മിനും പുറത്ത് അറിയാം, ബിഗ് ബോസിൽ കാണുന്നുണ്ട്, അല്ലാണ്ട് പുറത്തും അറിയാം, സുഹൃത്താണെന്ന് അറിയാം. ഇപ്പോൾ ഒരു പ്രോഗ്രസീവ് ചിന്താഗതി ഇല്ലാത്ത ആളാണ് ശരിക്കും ലക്ഷ്മി. അല്ല, അങ്ങനെയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നോട് സംസാരിക്കാൻ നല്ല രീതിയിൽ നല്ല കാഴ്ചപ്പാടോടെയാണ് സംസാരിച്ചത്. മേ ബി എല്ലാം നമുക്ക് ഒരു വ്യക്തിനെ നമുക്ക് എല്ലാ രീതിയിലും അറിയാൻ പറ്റത്തില്ലല്ലോ. നമുക്കറിയാൻ പറ്റുന്ന എങ്ങനെ സൂപ്പർഫിഷ്യലായിട്ടുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു 10-20% നമുക്ക് അറിയത്തുള്ളൂ. ഒരാളുടെ ഉള്ളിലുള്ള കാഴ്ചപ്പാടുകൾ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. മേ ബി ചിലപ്പോൾ ഇത് നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്യുന്നേ ആകാം, നമുക്കറിയത്തില്ലല്ലോ, മനസ്സിലായില്ലേ. സോ നമുക്കിനി ഗെയിം കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ എല്ലാം നെഗറ്റീവ് ആണോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതിലിപ്പോൾ 1-2 ഇൻസിഡൻസ് ആണ് നടന്നത്. ഇത് ഞാൻ ഒരു വ്യക്തിനെ മാത്രമല്ല പറയുന്നത്, അതിലുള്ള എല്ലാ വ്യക്തികളെയും നമ്മൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാവും. ഒരാൾക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് അത് വെച്ച് മാത്രം അയാളെ ജഡ്ജ് ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. നമ്മൾ പോസിറ്റീവ് നോക്കാം. ഇപ്പോൾ താങ്കളുടെ സീസണിലാണെങ്കിൽ ലക്ഷ്മി പ്രിയ ഒരു കുലസ്ത്രീ രീതിയിലുള്ള ഗെയിമാണ് കളിച്ചത്. അപ്പോൾ അതേ ഒരു ഗെയിം പ്ലാനാണ് ലക്ഷ്മി അടക്കം തോന്നിയിട്ടുണ്ട്. ലക്ഷ്മി ചേച്ചി അതേപോലെ ഒരു ആളാണ്, മനസ്സിലായി. കുലിസ്ത്രീയാണെന്നൊന്നും പറയരുത്, മനസ്സിലായില്ലേ. പുള്ളിക്കാരി ഒരു സ്ത്രീയാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്താഗതി. അതേപോലെ ലക്ഷ്മി എന്ന് പറഞ്ഞ ഈ സീസണിലുള്ള ലക്ഷ്മി പുള്ളിക്കാരുടെ രീതിയിൽ എന്ത് ചെയ്യുന്നു, കളിക്കുന്നു, കാഴ്ചപ്പാടുകളുണ്ട്, കാര്യങ്ങളുണ്ട്, മനസ്സിലായി. തെറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് യോജിക്കാൻ പറ്റാത്തതാണെങ്കിൽ യോജിക്കാൻ പറ്റാത്തതെന്ന് പറയും. പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത് പറയും. അത് ലക്ഷ്മി മാത്രമല്ല, ഏത് കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും അങ്ങനെയാണ്. പിന്നെ എനിക്ക് പുറമേ കണ്ട ലക്ഷ്മി അല്ലാകത്ത്, മനസ്സിലായില്ലേ. കാരണം പുറമേ കണ്ട ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന, അധികം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ പറഞ്ഞ കണക്ക് പലരും ഈ ഫാമിലീനെയൊക്കെ ട്രാക്ക് ചെയ്യുന്ന രീതി കണ്ടു, കണ്ടന്റ് ആക്കാൻ വേണ്ടി. അതൊക്കെ സത്യസന്ധമാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് അതിനൊക്കെ ഒരു മറുപടി കൊടുക്കാൻ നല്ലതായിരിക്കും. അത് ഈ ഒരു കണ്ടസ്റ്റന്റ് മാത്രമല്ല, എല്ലാ കണ്ടസ്റ്റന്റിനെയും ഇതേപോലെ തന്നെയാണ്. കാരണം അവരുടെ ഇപ്പം ഫാമിലി കാര്യങ്ങളൊക്കെ ആരൊക്കെയോ ഫേക്കായിട്ട് ആരൊക്കെയോ മെസ്സേജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായില്ല. ഇപ്പോൾ അതുപോലെ തന്നെ ബിഗ് ബോസിലെ കുറേ ഗെയിമുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് ഫേവറിസം കാണിക്കുന്ന തരത്തിലുള്ള വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിലവിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അനിമോളുടെ കുറച്ച് ഗെയിംസ് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അക്ബറിന് കൂടുതൽ ഫേവറിസമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫേവറിസം ബിഗ് ബോസ് കാണിക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും താങ്കൾ തോന്നിയിട്ടുണ്ട്? എൻ്റെ സീസണിലും തോന്നിയിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് അവർ ഇഷ്ടപ്പെട്ടേ കാണിക്കത്തുള്ളൂ, അല്ലാത്തവരുടെ അടുത്ത് ഇഷ്ടപ്പെടുത്ത് കാണിക്കത്തില്ല, അത്രേ ഉള്ളൂ സംഭവം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സിജോ മസ്താനെ കുറിച്ച് പറയണ്ടായിരുന്നു. പക്ക ചന്തയാണ്. ഞാൻ കണ്ടില്ലല്ലോ, മസ്താനി ഒരു ചന്ത കണ്ടില്ല. കാണാത്തപ്പോൾ ഞാൻ ഇങ്ങനെ അഭിപ്രായം പറയാം. ഞാൻ അത് പറഞ്ഞാൽ ബ്രോക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ കണ്ടില്ലാന്ന്. മസ്താനിയെ കുറിച്ച് എന്താണോ? മസ്താനി ഓരോരുത്തരും കളിക്കുന്ന ഗെയിം ഓരോ രീതിയിലായിരിക്കും, മനസ്സിലായില്ലേ. അതിപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ച്. ഞാൻ കുട്ടിയുടെ ഗെയിം അധികം കണ്ടിട്ടില്ല. ഈ ഓരോ ഇഷ്യൂസ് വരുമ്പോൾ ജസ്റ്റ് ഓരോ ക്ലിപ്പിംഗ്സ് കാണുന്ന വെച്ചിട്ട് എനിക്ക് ജഡ്ജ് ചെയ്യാനും പറ്റത്തില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം വെച്ചിട്ട്, ഈ ഒന്നിയിൽ പറഞ്ഞ പോലെ മസ്താനിനെ വേട്ടച്ച് ചെയ്തെന്നുള്ള രീതിയിൽ അത് കണ്ടന്റ് ഈ പറഞ്ഞ എപ്പിസോഡിൽ വരുന്നു. പക്ഷെ ആ ഒരു ഇൻസിഡന്റ് ആ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നില്ല. അതെന്താ സംഭവം? എനിക്കെങ്ങനെ അറിയാം? അത് അവരുടെ അടുത്തല്ലേ ചോദിക്കട്ടെ. ഇത് അതൊരു ഇത്രയും വിവാദമായ ഒരു ഇൻസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കണം, അത് ക്ലിയർ ചെയ്യണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ. പിന്നെ അങ്ങനെ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് മസ്താനി അങ്ങനെ പോയി സംസാരിച്ചു, ലക്ഷ്മിയുടെ അടുത്ത് പോയി അങ്ങനെ പറഞ്ഞു. കാരണം ലക്ഷ്മി ഇതേപോലെ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ലക്ഷ്മിയുടെ അടുത്ത് പോയിട്ട് ഇതേപോലെ എന്ത് ചെയ്തിട്ടുള്ള പറഞ്ഞു. അതൊക്കെ അവരുടെ ഗെയിമാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ലക്ഷ്മി അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. കാണിക്കുന്നില്ലേ? എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല, അവരല്ലേ കാണിക്കേണ്ടത്. കാണിച്ചില്ലെങ്കിൽ ചോദിക്കും, വൈ ബിഗ് ബോസ് എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഇപ്രാവശ്യം ബിഗ് ബോസിലെ ഒരുപാട് ഫിസിക്കൽ അസോൾട്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ റോബിനുള്ള സമയത്ത് ബിഗ് ബോസിന് ആദ്യം നിലപാടുണ്ടായിരിക്കണം, ഒന്നിൽ അടിയുറച്ച് നിൽക്കണം. ഓരോ വ്യക്തികളനുസരിച്ച് മാറാൻ പാടില്ല, മനസ്സിലായില്ലേ. ഇതേപോലെ അതിന് ഏത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാലും ഏത് ചാനൽ എന്ന് പറഞ്ഞാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും, അത്രേ ഉള്ളൂ. അത് പണ്ട് എൻ്റെ നിലപാടിൽ ഞാൻ അടിയുറച്ച് ഇരുന്നുകൊണ്ടാണ് എനിക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായത്. പക്ഷേ അത് ഫേസ് ചെയ്യാൻ റെഡിയാണ്. ഇതിപ്പോൾ പറഞ്ഞാൽ ബിഗ് ബോസ് നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്ത് ഓരോരുത്തരുടെ ഓരോ രീതിയിലാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, ഓരോ രീതിയിലാണ് അവർ കാര്യങ്ങൾ ഫേവറേറ്റ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പാടില്ല. ബിഗ് ബോസിനെതിരെ പറഞ്ഞ അവരുടെ കരിയർ നഷ്ടപ്പെടുന്നത്
കരിയർ നശിപ്പിക്കും, അത് ശ്രമിക്കും ഒബ്വിയസ്ലി. പിന്നെ ഒരു കോർപ്പറേറ്റ് ചാനൽ അഗൻസ്റ്റ് ആയിട്ട് നിന്നാൽ, അല്ലെങ്കിൽ ഇതേപോലെ ഒരു വലിയ ചാനൽ ഒരു ഷോവിന് അഗൻസ്റ്റ് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കരിയറൊക്കെ നശിപ്പിക്കും. പിന്നെ അതൊക്കെ ഫേസ് ചെയ്ത് പുറത്ത് വരാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഇതൊന്നും ഒരു കുഴപ്പമില്ല, പുല്ലുവില കളിപ്പിക്കുക അത്രേ ഉള്ളൂ. കാരണം ഇതൊക്കെ വേണം, നമ്മളെ എതിരാളികളെ വലുതാകുമ്പോഴല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക്. എൻ്റെ ലൈഫിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഞാൻ ഓവർകം ചെയ്ത് വരുന്നുണ്ട്. ഇനിയും വരും, ഇനിയും ചിലപ്പോൾ ഇതിനെക്കാട്ടും വലിയ ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. ഞാൻ ഒരു ബ്രേക്ക് എടുത്തിരിക്കുക, വരും, തിരിച്ചു വരും. റോബിനെ മൊത്തത്തിലൊന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചായിരുന്നു ഇതിനെതിരെ പറഞ്ഞു. എനിക്ക് അഗൻസ്റ്റ് ആയിട്ട് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. അതെല്ലാം വരും, തിരിച്ചു വരും. ഈ ജിസയിലെ ഹിന്ദി ബിഗ് ബോസ് കേട്ടിട്ടാണ് മലയാളത്തിൽ വന്നതാണ്. അതുപോലെ റോബിൻ ഇനിയിപ്പോൾ വേറെ അയ്യോ, എനിക്ക് ബിഗ് ബോസ് ഞാൻ ഇനി നോക്കുന്നില്ല ബ്രോ. ബിഗ് ബോസ് ഞാൻ നോക്കുന്നില്ല. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. നല്ല തമ്മിലുണ്ടേ, നല്ല കുട്ടികളാണ്. ഞാൻ നോക്കും, അടുത്ത പ്രാവശ്യം എന്നിട്ടേ കണ്ടന്റ് വരും. എല്ലാവരും നല്ല തമ്മിലിടുക കാണും. നല്ല ഇതാണെങ്കിൽ ഞാൻ സ്റ്റോറി ഇടും കേട്ടോ, ഞാൻ ഇട്ടിട്ടുണ്ട് പലർക്കും. ഓക്കെ, താങ്ക് യു.